കാൽവിൻ പെർഫ്യൂംസിന്റെ 56ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഈ കാറിന്റെ അകത്താണ്. കാറിന്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കാർ പെർഫ്യൂമിനെ പറ്റിയാണ്. കാർ പെർഫ്യൂം ആക്ച്വലി ഞാൻ പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തതാണ്, ഒരുപാട് ഡൗട്ട്സുകളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ വീണ്ടും ഞാൻ ആ ഒരു കാർ പെർഫ്യൂമിന്റെ വീഡിയോ ആയിട്ട് വരാനൊരു കാരണമുണ്ട്. ഞങ്ങൾ കാൽവിൻ പെർഫ്യൂംസ് ഞങ്ങളുടെ ഓൺ ബ്രാൻഡിൽ ഞങ്ങൾ അതിൻ്റെ ഒരു ബോട്ടിൽ ഡിസൈൻ ചെയ്ത് ഇറക്കി. അപ്പോൾ അതും ഒന്ന് പരിചയപ്പെടുത്താം. അന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് കുറച്ചൊരു ഡൗട്ട് ചോദിച്ചതിൻ്റെയൊക്കെ ആൻസറും തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇതാണ് ഞങ്ങളുടെ കാർ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ. നല്ല ഫോഗി ബോട്ടിൽ, ബ്ലാക്ക് ക്യാപ്പ്, ബ്ലാക്ക് ത്രെഡ്. ഇതാണ് ഒരു 10 ml ബോട്ടിലായിട്ടാണ് നമ്മൾ ഇത് ഇറക്കിയിരിക്കുന്നത്. നോർമലി ഈ 10 ml ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിനിമം ഒരു 3 months ഒക്കെ സുഖമായിട്ട് ഓടിക്കോളും. ഇതിന്റെ കൺസംഷൻ വരുന്നത് വണ്ടി ഓടുമ്പോൾ ആടുന്നതനുസരിച്ചിട്ട്. ഞാൻ നമ്മുടെ കാറിൽ ഇത് കെട്ടിയിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമുക്കിത് കെട്ടിയിടേണ്ടത്. ഇത് വണ്ടി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഷെയ്ക്ക് ആവുമല്ലോ, അന്നേരം ഇതിലെ ഓയിൽ വന്ന് ഈ വുഡിലേക്ക് നനയും. ഈ വുഡ് വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി കെട്ടിയിട്ടിരിക്കുന്നതാണ്, ഉപയോഗിച്ച സാധനമാണ്, വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ വെറ്റ് കണ്ടീഷനിൽ ഓയിൽ ഇരിക്കുമ്പോഴാണ് ഇത് മൊത്തം സ്പ്രെഡ് ചെയ്ത് വരുന്നത്. അന്ന് ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആടുമ്പോൾ മുകളിലേക്ക് എത്തില്ലല്ലോ, മുകളിലെ വുഡ് നനയില്ലല്ലോ എന്നായിരുന്നു ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് സുഖമായിട്ട് ചരിച്ചു കൊടുത്താൽ മതിയല്ലോ, വുഡ് നനഞ്ഞോളുമല്ലോ. അപ്പോൾ ഇതിന്റെ അറ്റത്തുള്ള ലാസ്റ്റ് ഡ്രോപ്പ് വരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നത്തെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഓയിലാ, ഫുൾ തിക്കായിട്ടുള്ള ഓയിലാ. അപ്പൊ ഇത് ഒരു കാരണവശാലും ഈ കാറ് ചൂടായാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടുമ്പോഴത്തേക്കും എയർ നല്ല ചൂടായിരിക്കും. അപ്പൊ വേപ്പറൈസ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റുള്ള സാധനങ്ങൾ. ഇത് ഓയിൽ ആയതുകൊണ്ട് ഇത് വേപ്പറൈസ് ചെയ്ത് പോവില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. മിക്കവാറും നമ്മൾ വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കാർ പെർഫ്യൂംസ് എല്ലാം പെർഫ്യൂംസ് നല്ലതാണ് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അതിന്റെ കൺസംഷൻ ചുമ്മാ വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ചൂടാവുമ്പോൾ ആവിയായിട്ട് പോകുന്നുണ്ട്. ഈ ജെൽ ടൈപ്പ് ആണെങ്കിലും കുത്തിവെക്കുന്ന സാധനമാണെങ്കിലും ഒക്കെ വെറുതെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഒരു 80% വേസ്റ്റ്, നമ്മൾ അതിന്റെ 20% യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് 100% യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. പിന്നെ ഞങ്ങൾ അതിന്റെ ഫ്ലേവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 ഫ്ലേവറോളം നമുക്കുണ്ട് മേജറായിട്ട്. അതിൽ ഏറ്റവും ഞങ്ങളുടെ സിഗ്നേച്ചർ പെർഫ്യൂം എന്ന് പറയുന്നത് വാനിലയാണ്. വാനില, സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഓറഞ്ചിന്റെയും ചെറുനാരങ്ങയുടെ ഒക്കെ തൊലിയുടെ എക്സ്ട്രാക്റ്റിന്റെ ഓയിൽസ് നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കിവിപ്പഴത്തിന്റെ സ്മെല്ലിൽ നമ്മൾ ഓയിൽ ഇറക്കിയിട്ടുണ്ട്. ദെൻ ഗ്രീൻ ആപ്പിള്, സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി വിത്ത് ലെമൺ ഉണ്ട്, പിന്നെ ഒരു അക്വാട്ടിക് സ്മെല്ലുണ്ട്, പിന്നെ പൈനാപ്പിൾ നോട്ട്സിൽ വരുന്ന ഫ്രൂട്ട് മിക്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടം വരെ ചോയ്സ് ഉണ്ട് കേട്ടോ. എൻ നമ്പർ ഓഫ് ചോയ്സ് ഉണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഒരു 5-6 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ പോകുന്ന 5-6 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കാർ പെർഫ്യൂംസിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് മീൻസ് സ്മെല്ല് എപ്പോഴും ഒരു യൂണിവേഴ്സൽ സ്മെല്ലായിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ല, ആളുകൾക്ക് ഇഷ്ടമുള്ള മണങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരാൾ മാത്രം ആയിരിക്കില്ലല്ലോ കാറിലിരിക്കുക, നമ്മുടെ കൂടെ പലരും വരും, അവർക്കും കൂടി ആ മണം ഇഷ്ടപ്പെടണ്ടേ. അപ്പൊ യൂണിവേഴ്സലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം. അപ്പൊ നമ്മളൊരു പെർഫ്യൂം സ്പ്രേ അടിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള ആൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറിയിരിക്കും. കാറിലാണെങ്കിൽ ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാർ പെർഫ്യൂംസ് നമ്മൾ ഞങ്ങളുടെ ഓൺ ബ്രാൻഡിൽ ഇറക്കി. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാങ്ങിക്കാനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഷോപ്പിലൂടെ ഡയറക്റ്റ് സെയിൽസ് ഉണ്ട്. ഓൺലൈനിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇതിൻ്റെ അകത്ത് സ്ക്രീൻ സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണുന്നവരായിരിക്കും. ടാറ്റ.